ഹലോ, ഇന്ന് നമ്മൾ ചെറിയൊരു കുഴലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാ നമ്മൾ വറുത്ത അരിപ്പൊടിയില്ലേ, നൂലപ്പത്തിനും പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ആ അരിപ്പൊടി ആട്ടോ, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ പച്ചരി പൊടിച്ച് വറുത്തതാട്ടോ. പിന്നെ അതിലേക്കായിട്ട് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിൽ അങ്ങനെ 3 ഗ്ലാസ് വെള്ളവും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു അരമുറി താഴെ തേങ്ങയും പിന്നെ കുറച്ച് ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലിപ്പമുള്ള കാരണമാണ് 2 എടുത്തേക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 4 പീസ് എടുക്കാം കേട്ടോ. ഇനി ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇനി ഞാൻ ചീനച്ചട്ടിയിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കാരണം അത് ഇളക്കാനും കുഴയ്ക്കാനും ഒക്കെ നല്ല എളുപ്പം നോക്കിയിട്ടാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറുത്ത എള്ളില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എള്ളില്ലാന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, എള്ളില്ലാണ്ടും ഉണ്ടാക്കാം. എള്ളുണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും. ഇതേ നമ്മൾ അരച്ചില്ലേ, നാളികേരവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ആ തേങ്ങയുടെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കൈ വെച്ച് ഈ പൊടിയിലേക്ക് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് 1K ഒക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊടീനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തിളച്ച വെള്ളത്തിന് കുറച്ച് ഈശിയായിട്ട് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ നൂലപ്പത്തിന് മാവ് കുഴച്ചെടുക്കില്ലേ, നൂലപ്പവും പത്തിരിക്കൊക്കെ അധികം വെള്ളമില്ലാതെ പരത്താൻ പറ്റാവുന്ന തരത്തിൽ കുഴച്ചെടുക്കില്ലേ, അതേപോലെ തന്നെ ഈ അരിപ്പൊടീൻ്റെ മിക്സിന് നമുക്ക് അതേപോലെ തന്നെ നല്ല രീതിയിൽ ചൂടുവെള്ളത്തെ കൊണ്ട് കൈ വെച്ച് കുഴച്ച് എടുക്കണം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കാരണം സ്റ്റാർട്ടിങ്ങിലേ നമുക്ക് കൈവച്ച് കുഴയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്പൂണ് ഏതെങ്കിലും ഒരു കയ്യിൽ വെച്ചിട്ടൊക്കെ എല്ലാ സൈഡിലേക്കും നമ്മൾ വെള്ളമാക്കി ഒന്ന് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് ഈശായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടി പോവാം കേട്ടോ. അപ്പം 3 ഗ്ലാസ് വെള്ളം എന്നുള്ളത് എനിക്ക് മൊത്തത്തിൽ വേണ്ടി വരും തോന്നുന്നില്ല. കാരണം നമ്മൾ തേങ്ങ അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. കുറച്ചീശായിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ. നമുക്ക് ഇത്രയും വെള്ളം തന്നെ ഏകദേശം മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ ഈ ചൂട് നല്ല ചൂടോടുകൂടി കുഴയ്ക്കാൻ പറ്റാത്ത കാരണം ഏകദേശം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കുറയുമ്പോൾ മൊത്തത്തിൽ ചൂട് മാറാനായിട്ട് നിൽക്കരുത്. അതിനുള്ളിൽ നമ്മൾ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് കുഴക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ട, നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കൈ വെച്ച് ഇതേമാതിരി നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂട് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്നതിൽ കൈമുക്കി കുടയുക, എന്നിട്ട് വീണ്ടും കുഴയ്ക്കുക. അപ്പോൾ മാവിൽ വെള്ളം കൂടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ട, ഇതേമാതിരി നല്ല രീതിക്ക് മാവ് കുഴച്ച് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ മാവിനെ നല്ല രീതിക്ക് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതൊന്നല്ല, മാവ് ഇങ്ങനെ മൂടി വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനെടുത്ത് പരത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ അരിപ്പൊടിയിൽ പെട്ടെന്ന് ഡ്രൈ ആവില്ലേ, അരിപ്പൊടി ആയ കാരണം അത് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. പത്തിരിയൊക്കെ ചുടുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മാവ് വെച്ച് നോക്കി പെട്ടെന്ന് വെള്ളം വലിയില്ല കേട്ടോ. ഇത് ഏതെങ്കിലും നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പാക്ക് ചെയ്ത് കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ലേ, അതിന് ഞാൻ ഇതേപോലെ നീളനെ മുറിച്ച് ഒരു ഷീറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അതുമ്മ വെച്ചിട്ടാട്ടോ പരത്തുന്നത്. അപ്പോൾ നമ്മുടെ പരത്തുന്ന കോലില്ലേ, ചപ്പാത്തിക്കോലുമ്മയും ഒന്നുമ്മയും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് പരത്തി എടുക്കാനും എളുപ്പമായിരിക്കും. അതേപോലെ വെച്ചിട്ട് ഒരു കവർ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് കണ്ടില്ലേ, എന്നിട്ട് പരത്തി നോക്കാം. നല്ല സുഖമായിട്ടാ. പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യാറ്. നമ്മുടെ കോലുമ്പും പിടിക്കില്ല, സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനും പറ്റും. പത്തിരിയൊക്കെ ആക്കുമ്പോൾ അതേപോലെ പൊടി വിതറിയിട്ട് പരത്തിയെടുക്കുന്നത് കാണാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊടി വിതറാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. കണ്ട, സിമ്പിളായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. കണ്ടില്ലേ,
അത്യാവശ്യം നൈസായിട്ട് കനം കുറച്ച് വരുത്തരുത്, കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ പരത്താനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാട്ടോ കുറച്ച് കട്ടിക്ക് പരത്താൻ വന്നത്. പിന്നെ അത് എല്ലാത്തിനും ഒരേ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഹൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡപ്പയുടെ മൂടി വെച്ചിട്ടോ നമുക്കിതിനെ ഒരേ ലെവലിലേക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മടക്കാം. ഇതാ ഒരു ഭാഗം ഇപ്പുറത്തെ സൈഡിക്കും ഒരു ഭാഗം ഇപ്പുറത്തെ സൈഡിക്കും വെച്ചിട്ട് അത് വിട്ട് പോകാണ്ടിരിക്കാനായിട്ട് പതുക്കനെ ഒന്ന് നമുക്ക് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ, കൈ കൊണ്ട് തന്നെ. എൻ്റെ അമ്മക്ക പറയും നീളനെ കുറച്ച് ചിലത് നല്ല ഹൈറ്റിലല്ലേ ഇരിക്കുക കുഴലപ്പം. അങ്ങനെ കിട്ടാൻ വേണ്ടി പപ്പത്തണ്ടൊക്കെ വെച്ചിട്ടാണ്. പണ്ട് കാലത്ത് കുഴലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, സ്റ്റീലിൻ്റെ ഒക്കെ കുഴലാണ് ഇപ്പോഴാണ് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടുക. അന്നത്തെ കാലത്തൊന്നും ഇല്ലാത്ത തന്നെ നല്ല കട്ടിയിലുള്ള പപ്പത്തണ്ടൊക്കെ എടുത്തിട്ടാണ് ചെയ്തിരുന്നതെന്നാണ് പറയാറ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ലേ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുഞ്ഞു കുഴലപ്പൊക്കെ ഉണ്ടാവുന്നില്ലേ, സ്വീറ്റും അല്ലാതെ സ്വീറ്റൊക്കെ അല്ലാണ്ട് കുഴലപ്പം ഉണ്ടാവും. അപ്പം അതേ ലെവലിക്കാട്ടാ ചെയ്തിരിക്കുന്നത് ചെറുത്. ദേ വീണ്ടും ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന കുഴപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും പിശുക്ക് പിടിക്കാതെ നന്നായി ചേർക്കില്ലേ നമുക്ക് കഴിക്കേണ്ടതാവുമ്പോൾ. കടയിലൊക്കെ അവർക്ക് എന്തെങ്കിലും ലാഭമൊക്കെ വേണ്ടേ കേട്ടാ. വീണ്ടും ഞാൻ അതേപോലെ പരത്തി മടക്കിയെടുക്കാം കേട്ടോ. പിന്നെ അതേ ബാക്കി ആ മുറിച്ചെടുത്ത മാവിനെ നമ്മൾ കളയില്ല കേട്ടോ. അടുത്ത ഉരുള എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സാക്കിയിട്ട് പരത്തിയെടുക്കും. ഇതാ ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കടയിലൊക്കെ അവർ വലിയ കുഴൽ ഇതാക്കിയിട്ട് അതുമ്മ വെച്ചിട്ടാണ് മടക്കി ഇതാക്കുക കേട്ടോ. ഇനി ഇതിനെ നമ്മളൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. കുറച്ച് ഞാൻ അത്യാവശ്യം ഒരു 4 പരത്തിയെടുത്തത് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൂടുതലും ഫ്രൈഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഓയിൽ വെച്ചിട്ടാട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു സൈഡ് ആയതിന് ശേഷം മാത്രം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ മുങ്ങിയെടുക്കാത്തതിനൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ നീക്കിയിട്ട് കൊടുക്കുകയാണേ. അപ്പം തീ ഏറ്റവും സിമ്മാക്കി വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമാക്കി വെച്ചിട്ട് വേണം ഇതിനെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഏകദേശം നമുക്കത് കയ്യിൽ വെച്ച് തൊടുമ്പോൾ അറിയാൻ പറ്റും. ഒരു ക്രിസ്പി ഫീല് വരുമ്പോൾ നമുക്ക് ഇപ്പുറം വശത്തേക്കും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നു തുടങ്ങി. ഇനി അതിന് നമുക്ക് കോരി മാറ്റാം കേട്ടോ. 2 ഭാഗവും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു കടലാസ് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിലേക്കാണ് കോരിയിട്ട് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയാലും മതി. ഇപ്പം ന്യൂസ് പേപ്പർ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതേ ബാക്കിയുള്ള എല്ലാത്തിനും ഞാൻ അതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. കണ്ട കുട്ടിക്കുഴലപ്പം നല്ല രസമല്ലേ, നല്ല കറുകറാണേ. കടയിലൊക്കെ ഇപ്പം മിക്ക കടകളിലും ചെറിയതായിട്ട് പാക്ക് ചെയ്ത് 6 4 വെച്ച് ഓരോ സെറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വരുന്നതാണ്. അത് മധുരമുള്ളതുണ്ടാവും, മധുരമില്ലാത്തതുണ്ടാവും. എനിക്ക് കൂടുതലും മധുരമുള്ളതാട്ടോ ഇഷ്ടം. അതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതേ മധുരമുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് ലേശം വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കുന്നുണ്ട്, മൊത്തത്തിലാക്കുന്നില്ല കേട്ടോ. അതാട്ടോ പകുതി ആക്കുന്ന കാരണമാണ് ഇത്തിരിക്കാക്കി കൊടുത്തത്. ഇനി നമ്മുടെ ഈ പഞ്ചസാര സിറപ്പ് ഒരു നൂൽപ്പരിവാവുന്നവരെ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നായൊന്ന് അറിയാനായിട്ട് ഒരു ഗ്ലാസ്സിൽ തുള്ളി ഇട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവാതെ അങ്ങനെ തന്നെ കിടക്കുന്നത് കാണാം. അപ്പോൾ അതേ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി വറ്റിപ്പോയി. ഞാൻ വേറൊരു കാര്യത്തിന് ഇതിനിടയിൽ പോയ കാരണം കേട്ടോ. തീ ഓഫാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടാവും. അപ്പോൾ തീ ഓഫാക്കാതെ തന്നെ ഇത് മിക്സാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓരോന്നിട്ട് ഞാൻ നന്നായി മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. മധുരം കണ്ട ബാക്കിയനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പഞ്ചസാര കട്ടയായി പോകട്ടോ. അതുകൊണ്ടാണ്
തീ ഓഫാക്കാതെ ആക്കാൻ പറഞ്ഞത്. ഇതേ ഒരെണ്ണം കൂടി നമുക്ക് ബാക്കിയുള്ള കുറച്ച് സിറപ്പും കൂടി ഉണ്ട്. ഇതേ ഇപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ പഞ്ചസാര കട്ടായി പോകുന്നത് കണ്ട. അപ്പോൾ അതേ മധുരമുള്ള വെർഷനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ. നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പോൾ നല്ല കറുകറുവാണ്. ഞാൻ എന്താ ഒരെണ്ണം കാണിച്ചു തരാം. നല്ല മുരുമുരുവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതേ നെക്സ്റ്റ് നമ്മുടെ മധുരമുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പഞ്ചസാര ആക്കുമ്പോൾ എന്താ പറയുക, ആ ക്രിസ്പിനെസ് പോവേ കറുകറുപ്പൊന്നും മാറാതെ തന്നെ ഇരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ മധുരമുള്ളതായിരിക്കില്ലേ കൂടുതൽ ഇഷ്ടം. ഇതും നല്ല ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.